നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഇനിയെങ്കിലും പറയ്, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ചില ഉദ്ദേശങ്ങൾ മാത്രമേ എനിക്കുള്ളൂ സച്ചേട്ടാ. നടത്തി തരേണ്ടത് ഈശ്വരന്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത അതാ. തനിക്കും വ്യക്തമായി അറിയില്ല എന്താ നടക്കാൻ പോകുന്നതെന്ന്. കൈവിട്ട കളിക്കൊടുവില് ഈ വിവാഹം നടന്നാൽ എന്റെ അനിയനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പാ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചില കൈവിട്ട കളികൾ കളിക്കണം സച്ചേട്ടാ. അത് അനുകൂലമായോ പ്രതികൂലമായോ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കും. നന്മയും തിന്മയും മത്സരിക്കുന്നിടത്ത് ഒരിക്കലും തിന്മ ജയിക്കില്ല. നമ്മുടേത് സന്ദീപിനും ആദരിക്കും ഒരു ജീവിതം നേടിക്കൊടുക്കാനുള്ള പോരാട്ടോ. എനിക്ക് സച്ചേട്ടനോട് ഒരു അപേക്ഷയുള്ളത്, ഞാൻ കരുതുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ എനിക്ക് മറ്റൊരു തീരുമാനം ഉടനെ എടുക്കേണ്ടി വരും. അതില് ആരൊക്കെ വേദനിക്കുമെന്ന് ഞാൻ നോക്കിയെന്ന് വരില്ല. എന്റെ മുമ്പില് ഇത് മുടക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വേണ്ടപ്പെട്ടവരെ വേദനിക്കുമ്പോൾ സച്ചേട്ടൻ എന്നെ കുറ്റപ്പെടുത്തരുത്. ചിലപ്പോ എല്ലാം കലങ്ങി തെളിയുന്ന ദിവസവും നാളെ ആയിരിക്കും. എന്ത് തന്നെ ആയാലും നാളെ നെല്ലിശ്ശേരിക്ക് നല്ലൊരു ദിവസമാവില്ല. താൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ എല്ലാം എല്ലാവരോടും പറയുന്നോണം താനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. അതെ, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമുക്കിത് സന്ദീപിനോ ആദരിക്കും നേടിക്കൊടുക്കാനാവില്ല സച്ചേട്ടാ. ഈ എതിർപ്പ് പറയുന്നവരെല്ലാം നാളെ ഒരു സമയം സന്ദീപിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു നെടുവീർപ്പിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്തവരാ. ജീവിക്കേണ്ടത് സന്ദീപ. ഇഷ്ടവും അവൻ്റേത് തന്നെയാ. അവൻ അവന്റെ ജീവിതം ജീവിക്കുമ്പോൾ ഒരു തരത്തിലും അത് അവനൊരു ബാധ്യതയാവരുത്. എന്റെ സച്ചേട്ടന്റെ ജീവിതം തന്നെയാ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മളെ വിവാഹത്തിന് നിർബന്ധിച്ചവരാരും നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്ന പോലുമില്ല. അങ്ങനെ ഒരു സ്വകാര്യ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ വരരുത്. അതിന് ഏതു മാർഗം സ്വീകരിച്ചും ഞാൻ ലക്ഷ്യത്തിലെത്തും. അതിനിടയിൽ ആരുടെയും മുഖം ഞാൻ നോക്കുന്നില്ല. ഈ വിവാഹം നടക്കില്ല സച്ചേട്ടാ. സച്ചേട്ടൻ എന്നെ വിശ്വസിക്കാം. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. കഴിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ സച്ചേട്ടൻ. ബാക്കിയെല്ലാം എന്റെ ജോലിയാ. ആഹാ, ഒരുക്കതുവരെ കഴിഞ്ഞില്ലേ? ഇനി മതി. ബാക്കിയൊക്കെ അമ്പലത്തിൽ ചെന്നിട്ടാവട്ടെ മോളെ. ചേച്ചി, നിന്റെ വിവാഹം ചേച്ചിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇങ്ങനൊന്നും ആയിരുന്നില്ല ഞാൻ തീരുമാനിച്ചിരുന്നത്. അത് സാരല്ല ചേച്ചി. അല്ലെങ്കിലും ആർഭാടത്തിലൊക്കെ എന്തിരിക്കുന്നു. സന്ദീപിനെ എനിക്ക് കിട്ടുക എന്നുള്ളതല്ലേ പ്രധാനം. ഞാൻ ഇതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ചേച്ചിയോടാ. രക്തബന്ധത്തിൽ കടപ്പാടിന്റെ കണക്കിന് പ്രസക്തി ഇല്ല മോളെ. അതെന്റെ ഉത്തരവാദിത്തം കൂടെയല്ലേ. നിന്നെ ഈ വേഷത്തിൽ കാണാൻ കുറെ ആഗ്രഹിച്ചതാ ഞാൻ. കല്യാണ സാരിയില് നിന്നെ ഇങ്ങനെ കാണുന്ന എനിക്ക് സന്തോഷം. ഒരു വധുവെന്ന രീതിയിൽ എന്നെ ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട് അത് ചേച്ചി പറഞ്ഞില്ലല്ലോ. അതിലിപ്പോ പറയാൻ എന്തിരിക്കുന്നു? എന്റെ മോള് സുന്ദരിയല്ലേ? ശരിക്കും? ശരിക്കും. അതിനേക്കാളും ഒരു പെണ്ണിന്റെ സൗന്ദര്യം അവളുടെ മനസ്സിലെ സ്നേഹവും നന്മയാ. അങ്ങനെ നോക്കുമ്പോ ആതിരേക്കാളൊക്കെ എത്രയോ മുകളിലാ നിന്റെ സ്ഥാനം.
ഇന്ന് നിനക്ക് സന്ദീപ് സ്വന്താവുന്ന ദിവസാ. അതിന്റെ സന്തോഷം നിന്റെ അഴകിലും പ്രകടമായി തന്നെ ഉണ്ട്. അതെന്റെ ഏറ്റവും വലിയ സന്തോഷ ചേച്ചി. ആ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കുമ്പോഴും ഉള്ളിലൊരു നിരിപ്പോടെ എരിയുന്നുണ്ട്. എന്റെ വിവാഹം മുടക്കുമെന്നൊക്കെ പറഞ്ഞ് ചിലര് നടപ്പില്ല ഇവിടെ. എന്തെങ്കിലും കാരണം കൊണ്ട് വിധി അവർക്ക് അനുകൂലമായ തീർന്നില്ലേ ചേച്ചിയെല്ലാം? നിന്റെ വിവാഹം തീരുമാനിച്ചതും നടത്തുന്നതും നെല്ലിശ്ശേരിയിലെ നിന്റെ ചേച്ചി അവന്തികയാ. അത് മുടക്കുംന്ന് പറഞ്ഞത് വൃന്ദാവനം വീട്ടിലെ അർച്ചനെ. ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ വ്യത്യാസം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ചേച്ചി. നീർക്കോലി കടിച്ചാലോ അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന പോലെ അവസാന നിമിഷം എന്തെങ്കിലും സംഭവിച്ചാലോ? ഒന്നും സംഭവിക്കില്ല. അഷ്ടനാഗമായി നിന്റെ ചേച്ചി പത്തി വിടർത്തി നിൽക്കുന്നിടത്തേക്ക് ഒരു നീർക്കോലി പോലും വരാൻ പോകുന്നില്ല. നീ നിന്റെ ചേച്ചിയെ വിശ്വസിക്കുമോളെ? വിശ്വാസം തന്നെയാ ചേച്ചി. ആതിരയെന്ന് പറയുന്നവളെ കണ്ട സന്ദീപ് എല്ലാവരോടും തുറന്നു പറയുന്ന എന്റെ ഒരു പേടി. അതിന് ആതിരയൊന്നും വരില്ലല്ലോ. നീ പേടിക്കണ്ട, അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ അഭാവം ബന്ധുക്കൾ നിമിത്തമാകുമ്പോ അത് നമ്മളെ ബാധിക്കില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ വിവാഹം നടക്കുന്നതിന് തടസ്സമായി നിന്നെ എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. പിന്നെ അർച്ചന, അതൊരു തടസ്സമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ വഴിയിൽ എവിടെയെങ്കിലും അവള് തടസ്സമായിട്ട് വന്ന് നിന്നാ പുറംകാലിന് ചെറിയൊരടി. അവക്കതിന്റെ ആവശ്യമുള്ളൂ. നിന്റെ അങ്ങോട്ടുള്ള ജീവിതം വരെ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് വിവാഹം കഴിഞ്ഞ ഉടനെ നിങ്ങൾ രണ്ടുപേരും ഒരു യാത്ര ചെയ്യണം. ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക്. നിങ്ങൾ മധുവിധം ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സന്ദീപ് നിന്റേത് മാത്രമായി മാറിയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾക്കൊരു കുഞ്ഞ്, നെല്ലിശ്ശേരിയുടെ മുഴുവൻ സമ്പാദ്യത്തിനും അവകാശിയായി മാറേണ്ട കുഞ്ഞ്. 27 നക്ഷത്രത്തിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ആ കുഞ്ഞിന് രാജയോഗ. കുഞ്ഞിന്റെ ജനനത്തോടുകൂടി സേതുമാധവന് സമാധി. പിന്നെ 7-ാം പക്കം കഴിഞ്ഞ് അവന്തികയുടെ പട്ടാഭിഷേകം. സേതുമാധവന്റെ കിരീടം വെച്ച് എന്റെ സിംഹാസനാരോഹണം. പിന്നീട് അങ്ങോട്ട് ഭരിക്കുന്നതും മുടിക്കുന്നതും ഞാനും നീയും. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് ആര് തടസ്സമായി നിന്നാലും മരണമാണ് അവരുടെ ശിക്ഷ. നമ്മുടെ കഥയുടെ ആദ്യത്തെ അധ്യായമാ നിന്റെ ഈ വിവാഹം. അതുകൊണ്ട് ഏത് വിധേനയും ഞാനിത് നടത്തും. ഇത് മുടങ്ങിയ നിന്റെ ചേച്ചി മരിച്ചതായി കണക്കാക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.